ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഒരു യാത്ര തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആര്യാസ് ഹോട്ടലിന് മുമ്പിലെത്തിയ ഒരു വീഡിയോ ആണ്. താങ്കളുമായി എല്ലാവരും അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മൾ സൂപ്പർ നെയ് റോസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച ഞങ്ങൾ തിരുവൈരാണിക്കുളം അമ്പലത്തിൻ്റെ എൻട്രൻസിനടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നല്ല ഒരു അന്തരീക്ഷം, മനസ്സിന് കുളിമയേകുന്ന ഒരു പാലം, വണ്ടി അകത്തോട്ട് കയറിക്കഴിഞ്ഞു. ഇനി അമ്മയുടെ തിരുനടയിൽ കാണാം. ഇപ്പോൾ ഞങ്ങളുടെ ക്യൂ തുടങ്ങിക്കഴിഞ്ഞു. വളരെ വലിയ ക്യൂ ഒന്നുമില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ചെറിയ രീതിയിലുള്ള ക്യൂ. ഇത് അമ്മയുടെ പ്രധാന വഴിപാടുകളിലൊന്നായ ഈ മഞ്ഞൾ വഴിപാട്, പിന്നെ അതുപോലെ തന്നെ നാളികേരം. ഇത് അമ്മയുടെ തിരുനടയിൽ വെച്ചാണ്. പിന്നെ മകനും വൈഫും നേർന്ന നാളികേര മുടക്കലിന് വേണ്ടി മകൻ കാത്തു നിൽക്കുകയാണ്. വളരെ രക്ഷമൊന്നുമില്ലായിരുന്നു, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എള്ള് വിളക്ക് അത് നേർന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത സഞ്ജീവ് ചേട്ടൻ്റെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. തിരിക്കുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കണ്ടു. പിള്ളേർക്ക് ഭയങ്കര വിശപ്പ്, അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതി. ശരി, മക്കളെ ഒന്ന് കഴിച്ചിട്ട് പോകാം. വളരെ സന്തോഷമായി ചിക്കണവും പിക്കണവും ആഹാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്പോഴാണ് അത് അവർ ഫുഡുമായിട്ട് എത്തിയത്, മന്തിയും. അപ്പോൾ എല്ലാവരും ചോദിക്കും അമ്പലത്തിൽ പോയിട്ട്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും കഴിക്കാനുള്ള ഒരു വ്യഗ്രതയോടുകൂടി പിള്ളേർ കഴിക്കും. ഹലോ, ഇത് ചമ്പക്കര, ഞങ്ങളുടെ സ്വന്തം സഞ്ജീവ് ചേട്ടൻ്റെ നാട് ചമ്പക്കര, കൊച്ചി. ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചത്. ചേട്ടൻ്റെ നാട് ചീനവല. ഇതാണ് നമ്മളെ സഞ്ജീവ് ചേട്ടൻ, സന്തോഷമുള്ളൊരു മനുഷ്യൻ. അവർ ക്ഷണിച്ചു, ഞങ്ങളുടെ നാടെല്ലാം കാണിച്ച് ഇവിടെ എല്ലാം ചുറ്റിപ്പറ്റി. ഇതാ മെട്രോ പോകുന്നു ചമ്പക്കരയുടെ മുകളിലൂടെ, ഒരു ബ്രിഡ്ജ്. ഇത് അവരുടെ നാട്, അതിന് ഫ്രണ്ടിലാണ് ഉള്ളൊരു കായൽ. അന്ന് സഞ്ജീവേട്ടൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇത് സഞ്ജീവേട്ടൻ്റെ അമ്മയാണ്. പിന്നെ നല്ലൊരു വ്യക്തിത്വം, രാവിലെ മീൻ ഇറക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ മക്കളോട് എന്തൊക്കെയുണ്ട്, വലിയ കാര്യമാണ് അമ്മയ്ക്ക്, വലിയ കാര്യമായിരുന്നു എല്ലാവരുടെയും. ഞങ്ങളെ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരോ അല്ലെ കൊച്ചിക്കാരുടെ ആ സ്നേഹം ഞങ്ങളിപ്പോൾ കണ്ടറിഞ്ഞു. കൊച്ചിക്കാരുടെ ഇനി അവരും ഏറ്റിട്ടുണ്ട് നമ്മളെ തിരിച്ച് നമ്മളെ ട്രിവാൻഡ്രത്തോട്ട് വരാമെന്ന്. ഇതാണ് അവരുടെ വീട്. ഈ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒരു റിസോർട്ടേക്കാറ്റും അത്രയ്ക്ക് സെറ്റപ്പായിരുന്നു ഈ വീട്. അതുപോലെ തന്നെയാണ് ഞങ്ങളോട് അവർ കാണിച്ച സ്നേഹവും. ഇനി ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുവാനുള്ള വ്യഗ്രതയിൽ അങ്ങനെ പോവുകയാണ്. ഇതാണ് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ. കൊച്ചിയിൽ ഇങ്ങനെയും അടിപൊളി സ്ഥലങ്ങളുള്ള കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം. ആ സ്ഥലത്തിൻ്റെ വ്യൂകൾ നോക്കൂ നിങ്ങൾ എങ്ങനെയാണെന്ന്. വളരെ നല്ല വ്യൂസ്. നമ്മുടെ നാട്ടിൻപുറത്തിനേക്കാളും വളരെ ശാന്തമായി കുലീനമായി. ഇത് എൻ്റെ മകൻ അവരുടെ വീട്ടിൽ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ അവരവരുടെ മൂഡ് എൻജോയ്മെൻറ്റ് ചെയ്യുന്നു. ഇനി അവരുടെ നാട്, അവരുടെ ഈ മുന്നിൽ കാണുന്നത് ഒരു ദ്വീപാണ് കേട്ടോ. അവിടെ കുറച്ച് ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അവിടെ ആരുമില്ല. വെള്ളപ്പൊക്കത്തിൽ തട്ടമറ്റം ദ്വീപെന്ന് പറയും. ചമ്പക്കര ഭാഗത്തുള്ളവർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ 7 കുടുംബം ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരിക്കൽ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കാര്യം പാലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങൊക്കെ പോയി. ആ കാണുന്ന ദ്വീപ് ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ എത്തിപ്പോയേനെ. അതെല്ലാവരും ഇങ്ങനെ അമ്മ ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അമ്മ 3-4 പൂച്ചയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. രാവിലെ മീൻ ക്ലീനാക്കുകയാണ്. ഞങ്ങളിതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളങ്ങനെ തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുന്ന സമയത്താണ് ഒരു ചോറ്റാനിക്കര ദർശനം നടത്തിയാൽ എന്തോ എന്നൊരു ആലോചന വന്നത്. അങ്ങനെ ചോറ്റാനിക്കര വൈഫ് ഞാൻ കുട്ടികളെല്ലാവരുമായിട്ട് കയറി. എന്തോ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. മാക്സിമം അയ്യപ്പന്മാരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ അവിടെ കാണുവാൻ സാധിച്ചു. എൻ്റെ മക്കൾക്ക് ഇടയ്ക്ക് ഒരു കുഞ്ഞു കുട്ടി സലാമും ഹൈ എല്ലാം പറഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ടു. അവിടെ പാരിപ്പള്ളിയിൽ നിന്നാണ് അങ്ങോട്ട് വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് വൈപ്പിനിൽ നിന്ന് വന്നിട്ട് നമ്മൾ ജങ്കാർ പിടിച്ചു.
ജങ്കാറിലുള്ള വ്യൂസാണ്. ഏറ്റവും ആദ്യം തന്നെ വണ്ടി ഇടുവാനുള്ള സൗകര്യങ്ങൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് ജങ്കാറിലിരുന്ന് കായലിലൂടെ കാറിലൊരു യാത്ര. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രാനുഭവമായിരുന്നു ഇത്. ഇതും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫോർട്ട് കൊച്ചി ലക്ഷ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ ഫോർട്ട് കൊച്ചി എത്തുന്നതായിരിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഇനി ഞങ്ങളുടെ മട്ടാഞ്ചേരിയിലേക്കുള്ള യാത്ര. അങ്ങനെ മട്ടാഞ്ചേരി ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. ആഹാ, എന്താ രസങ്ങൾ! പല പഴയ ദിവ്യത്വമുള്ള കലാകാരന്മാരുടെ ഇതെല്ലാം വിൽക്കുവാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ചോദിച്ചു പറയും ഷോയ്ക്ക് വെച്ചിരിക്കും. ഷോയ്ക്കല്ലേ ഇതെല്ലാം വിൽക്കുവാൻ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആ മട്ടാഞ്ചേരി പള്ളി, ബുദ്ധന്മാരുടെ ഒരു പള്ളിയുള്ളത്. ഇപ്പോൾ അവിടെ ആരുമില്ല. ഒരു കുടുംബം മാത്രമേ, ഒരാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങോട്ടും പോയി. പിന്നുണ്ടായതൊരു വള്ളമാണ്. കലാകാരന്മാരുടെ ടെക്കിന് സമ്മതിക്കാനുള്ള കാര്യം. ഞങ്ങളങ്ങനെ ഇതിനകത്തൊക്കെ ഒരു വീക്ഷണമൊക്കെ നടത്തി. ഇനി തിരിച്ചു പോകാനുള്ളത് അതാണ് ആ ശനോകത്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്ത് തിരിച്ചു പോവുകയാണ്. വളരെ നല്ല യാത്ര. ഒരു ചെറിയ വിവരണം കൊണ്ട് തന്നെ മാക്സിമം യാത്രാ വിവരണം ഇതിൽ ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ വ്ളോഗാണ്. ബാക്കിയെല്ലാം ഞാൻ മാക്സിമം ഷോർട്ടാണ് ഇടുന്നത്. എല്ലാവരും സഹകരിക്കണം. ഈ വീഡിയോസ് കണ്ടുകൊണ്ട് മാക്സിമം ആൾക്കാർ ടൂറിസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ഏരിയകളെല്ലാം ദയവ് ചെയ്ത് കാണുക. ഭക്തി